വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബർത്ത്ഡേ വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആരതായിരിക്കും? ചേട്ടന്റെ ബർത്ത്ഡേ വ്ലോഗാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ചെറിയ വലിയ തിരക്കുകൾ കാരണം കേട്ടോ ഇത്രയും ലേറ്റ് ആയി പോയത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണോ ഇത്രയും LED ലൈറ്റ്സിന്റെ വീഡിയോസ് എന്ന് വിചാരിക്കേണ്ട. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പ്രദേശത്ത് ഉത്സവമായിരുന്നു അന്ന്. പുതിയാപ്പ ഉത്സവം എന്നാണ് പറയാ. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് കേട്ടോ അവിടെ. ചെറിയ തട്ടിക്കൂട്ട് പരിപാടി ഒന്നും അല്ല കേട്ടോ. ഈ ലൈറ്റ്സ് കണ്ടാൽ തന്നെ അറിയാലോ ആ ഒരു പരിപാടിന്റെ റേഞ്ച് എന്താണ്. കിലോമീറ്ററുകളോളം ഉള്ള ഈ ഒരു ഡെക്കറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം വരുന്നത്. നേരെ റൈറ്റ് സൈഡിൽ നമ്മുടെ ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബോട്ടുകളുടെ പേരിലാണ് ഇവിടുത്തെ ഓരോ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ നമുക്ക് അവിടെ കാണാം സ്വരാജ് ബോട്ട് എന്ന്. കടലിൽ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് ഒന്നുമല്ല. അപ്പൊ അവരെ കടലിൽ കൊണ്ടുപോയി സേഫ് ആയിട്ട് തിരിച്ചെത്തിക്കുന്ന അവരുടെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവമാണ്. അപ്പൊ അവർ അതിന്റെ മാക്സിമം അവർ ആഘോഷിക്കും. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഈ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഈ ഒരു പുതിയാപ്പ ഫെസ്റ്റ് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്ക് കടക്കാം. ഇവിടെ ഇപ്പം കടലിന്റെ അടുത്തായിട്ടാണ് സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത്രയും ആളുകൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ 7 ദിവസങ്ങളിലായിട്ട് ആ സ്റ്റേജിൽ വന്നു പോകുന്ന പ്രമുഖരുടെ എണ്ണം എണ്ണിയാൽ തീരില്ല. അത്രയും ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. പിന്നെ അവിടെ പരിപാടി കാണാൻ വരുന്ന ആളുകൾ നിലത്തിരിക്കണം. കാരണം മറ്റുള്ളവർക്കും കൂടെ കാണാനായിട്ട് ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നവരെല്ലാം ഇവിടെ ഇങ്ങനെ താഴത്ത് നിലത്തിരിക്കണം, മണലിൽ ഇരിക്കണം. അതാണ് അവിടുത്തെ ഒരു കാര്യം. ഞങ്ങൾ പോയ ദിവസത്തെ പ്രോഗ്രാം ഐഡിയ സ്റ്റാർ സിംഗറിലെ പിള്ളേരുടെ ഗാനമേളയായിരുന്നു. ഗാനമേള മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. അതിൻ്റെ കൂടെ വേറെ അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത്രയും ജനങ്ങൾ അവിടെ ദിവസവും ഉണ്ടാവും. അപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും ഞണ്ണാന്ന് കരുതി അവിടെയുള്ള ഫുഡ് സ്റ്റോളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാ തട്ടുകടകളിലും പോയിട്ട് ഓരോന്ന് കഴിച്ചു. പിന്നെ വന്ന കാര്യം മറന്നുപോയി. നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് തെന്നി മാറിപ്പോയി. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കേക്കുമായിട്ട് ഞങ്ങൾ ആ വഴിക്ക് പോയത്. അപ്പോൾ എവിടെയെങ്കിലും ആരെയും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരുന്ന് കേക്ക് മുറിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഇങ്ങനെ തരുന്ന് നടക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെ ആരും ഇല്ലാത്തൊരു സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലമൊന്നും ഇല്ല. കാരണം ഫുള്ളി ക്രൗഡഡ് ആണ് അവിടെ. കടലിന്റെ അടുത്തേക്ക് പോയ ആള് കുറേന്ന് വിചാരിച്ച് അങ്ങോട്ട് കുറേ നടന്നു നോക്കി. പക്ഷെ അവിടെ ഒരു രക്ഷയില്ല. അവിടെ ആളുകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേജിന്റെ സൈഡിലായിട്ടുള്ള സ്ഥലത്ത് ആളുകൾ പൊതുവേ കുറവാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സ്റ്റാർ സിംഗറിലെ ശ്രീനന്ദയാണെന്ന് തോന്നുന്നു, എനിക്ക് പേര് അനുശ്രീയുടെ പാട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. സോറി ഗൈസ്, എനിക്ക് കോപ്പിറൈറ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് മ്യൂട്ടാക്കിയത്. നിങ്ങൾ എവിടെയെങ്കിലും ഗാനമേള ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി കേട്ടോളൂ. നല്ല ഭംഗിയുള്ള ശബ്ദമാണ് കേട്ടോ. അങ്ങനെ സൈഡിൽ ഈ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം മനോഹരമായ ശബ്ദങ്ങൾക്കും സംഗീതത്തിനും നടുവിൽ ഇരുന്നിട്ടാണ് ഇപ്രാവശ്യം ചേട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് നമ്മൾ കട്ട് ചെയ്തത്. ദൈവത്തിന് നന്ദി ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിന്. കാരണം സംഗീതം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ആള്. അപ്പൊ കേക്ക് കട്ട് ചെയ്ത ഈ ഒരു പോസിറ്റീവ് വൈബ് പോലെ തന്നെ ആവട്ടെ മുന്നോട്ടുള്ള ജീവിതവും. എല്ലാം കൊണ്ടും പോസിറ്റീവ് വൈബ് മാത്രം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ നമ്മുടെ ക്യാമറമാൻ അല്ല, സോറി, ക്യാമറ വുമൺ അല്ല, അതുമല്ല, ക്യാമറ ഗേൾ ആത്മിക കുട്ടിയാണ് ഇന്നത്തെ എല്ലാ പരിപാടിയും ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്നിട്ടും ബാക്കിൽ നിന്നിട്ടും ഒക്കെ എടുത്തു തന്നത്. സോ താങ്ക് യു ആത്മിക ഫോർ ക്യാപ്ചറിങ് അവർ സ്വീറ്റ് മൊമെൻറ്റ്സ്. അവൾക്ക് തീരെ വീട്ടിൽ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. നമ്മളടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പോഴാണ് ആലോചിച്ചത്, നമ്മുടെ കയ്യിൽ കോൺ ഉണ്ടായിരുന്നു, മസാല കോൺ നേരത്തെ വാങ്ങിച്ച്, അത് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി. നമ്മൾ 3 പേരും കൂടെ അത് ഷെയർ ചെയ്തു. കാരണം ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണമാണ് വാങ്ങിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. സോ അത് ടേസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആവുമല്ലോ എന്ന് കരുതി. അപ്പോൾ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ അതെല്ലാവരും ടേസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ പോയിട്ട് എല്ലാവർക്കും സിംഗിളായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇതിപ്പം നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്ന വീഡിയോസാട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ മനസ്സിലാക്കുന്നത്. ഈ കോൺഫ്ലോറിനൊക്കെ ടേസ്റ്റ്ലെസ് ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് ഈ കോണിനും അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും ടേസ്റ്റ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കഴിച്ചു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് തിരിച്ചു പോകാമെന്ന് കരുതി. ഇപ്പോൾ ഓൾറെഡി ഒരു 3 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ 12 മണിക്കാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിലെ പോപ്പുലറായ വേറൊരു കുട്ടിയുടെ പാട്ടും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അത് ഈ കുട്ടിയാണ്. ഈ പാട്ട് മുഴുവനായിട്ട് കേൾപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി എടുത്ത വീഡിയോ തന്നെയാട്ടോ ഇത്. പക്ഷേ കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യുന്നത്. 1000 പ്രാവശ്യം സോറി പറഞ്ഞാലും തീരില്ല. കാരണം അത്ര ഭംഗിയുണ്ടായിരുന്നു ഈ പാട്ട് കേൾക്കാനായിട്ട്. ആ കുട്ടി പാടുന്ന, എന്താ പറയുക, നമ്മൾ ആ ഒരു ബീച്ചിലിരുന്നിട്ട് ഈ ഒരു പാട്ട് അവിടെ നിന്ന് കേൾക്കണമായിരുന്നു. ഒരു പാട്ടില്ലേ, സുഖമാണീ നിലാവ്, അതേപോലെ ഒരു സുഖമായിരുന്നു കേട്ടോ. ഈ ഐഡിയ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്ന ഓരോ പെൺകുട്ടികളുടെയും വോയിസ് അടിപൊളിയായിരുന്നു. പെൺകുട്ടികളത് മാത്രമല്ല, ആൺകുട്ടികളതും. ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ടൈറ്റിൽ വിന്നർ ഉണ്ടായിരുന്നു, പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. സോ ആ കുട്ടി ഉണ്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു ആ കുട്ടിയുടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഓഡിയോ ഇല്ലാതെ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുമ്പം ഭയങ്കര വൃത്തികേടാണ്. കാരണം അവർ ആ പാട്ടിനൊത്ത എക്സ്പ്രഷൻസാണ് അവരുടെ ഫേസിൽ വരുന്നത്. സോ ഞാനത് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് യൂട്യൂബ് റെസ്ട്രിക്ഷൻസ് വരുന്നത് കൊണ്ട് എൻ്റെ കുറേ വീഡിയോസ് ഇപ്പം റെസ്ട്രിക്റ്റഡ് അല്ല, കോപ്പിറൈറ്റ് ക്ലെയിം വന്ന് കിടക്കുന്നുണ്ട്. സോ എന്നും ഈ പരിപാടി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ടാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് യൂസ് ചെയ്യുന്നതിനാണ് ഈ കോപ്പിറൈറ്റ് വരുന്നത്. അത് ശരിയാണ്, അത് അവരുടെ ക്രിയേഷനാണ്, അത് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പാട്ടിൻ്റെ കേസിലൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ വേറൊരാളെ പാട്ടെടുത്ത് നമ്മളെ വോയിസിലത് പാടുമ്പം അതിൽ അവരുടെ ഒരു എഫേർട്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. ഇതാണ് കേട്ടോ ഡയറക്റ്റ് ആ കുട്ടി പാടുന്ന വീഡിയോ. ഞങ്ങൾ ഇത്രയും നേരം പ്രൊജക്ടറിലുള്ളതായിരുന്നു കണ്ടത്, ഇതിപ്പോൾ നേരെ എടുത്തതാണ്. അങ്ങനെ കുറേ നേരം ആ പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ എഴുന്നേറ്റ് നടന്ന് പോവാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഒരു 3 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരുടെ ഓർഗനൈസേഴ്സ് ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നൊരു കാര്യമാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ നല്ല ഇടി കിട്ടും എന്ന് പറഞ്ഞാൽ നല്ല ഇടി കിട്ടും. ആ പേടിയുള്ളതുകൊണ്ട് തന്നെ അവിടെ എത്തിയിട്ട് ഒരു കുരുത്തക്കേടും കാണിക്കില്ല. ബാക്കി ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും, പെൺകുട്ടിയൊക്കെയാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും. ഇപ്പം ജെൻഡർ അങ്ങനെ പെൺകുട്ടിയെന്ന് മാത്രം പറയാൻ പറ്റില്ല, എല്ലാവരും ഇങ്ങനത്തെ ഓരോരോ ഹരാസ്മെൻറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് എത്ര മണി വരെ വേണമെങ്കിലും അവിടെ ഇരുന്ന് പാട്ട് കേൾക്കാം, പരിപാടികളിൽ പങ്കെടുക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവിടുത്തെ ഓർഗനൈസേഴ്സ് അത്ര സ്ട്രോങ് ആണ്. നമ്മളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മളവിടെ ഇരുന്നിരിക്കണം. കാരണം മറ്റുള്ളവർക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കാൻ പറയുന്നത്. സോ ഇപ്പം വാഹനങ്ങളാണെങ്കിലും അവിടെ നിർത്താൻ പറ്റത്തില്ല, നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് വരണം. അങ്ങനെ കുറച്ച് നല്ല അടിപൊളി ഈ നിൽക്കുന്ന ചേട്ടനൊക്കെ അവിടുത്തെ ഓർഗനൈസറാണ്. സോ 2 സൈഡിലും അവർ കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒക്കെയുള്ള നല്ല നല്ല എന്താ പറയുക, ഓർഗനൈസേഴ്സിന് ഒരു 100 മാർക്ക് കൊടുക്കാം പുതിയപ്പ ഫെസ്റ്റിൽ. അതവിടെ പോകുന്ന ആളുകൾക്കും അറിയാം,
അവിടെ പോയിട്ട് നമ്മൾ നല്ല മാന്യതയോടുകൂടി പരിപാടികളിൽ പങ്കെടുക്കാം. തിരിച്ച് അതേ മാന്യതയോടുകൂടി നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റും. കുരുത്തക്കേട് ആരും കാണിക്കാൻ പോയില്ല. പിന്നെ ഈ ഒരു ലൈറ്റ് സംഭവം നമ്മൾ ബീച്ച് റോഡാണത്. നമുക്ക് സാധാരണ മെയിൻ റോഡുണ്ട്, അതായത് കണ്ണൂർ റോഡുണ്ട്, അതിലാണ് സാധാരണ എല്ലാ വെഹിക്കിൾസും പോവാറ്. ഈ ബീച്ച് റോഡിലൂടെ നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് അടിക്കുന്ന ഒരു വഴിയാണ്, അല്ലാതെ മെയിൻ ഒരു റോഡല്ല. സോ അവിടേക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു സംഭവം കാണാൻ വേണ്ടി മാത്രം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതാണിത്. അപ്പോൾ അവർക്കതെങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ പരിപാടിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് തിരിഞ്ഞു മാറുന്നുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിക്കാനൊക്കെ പറ്റിയതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് പുള്ളിയുടെ കൈ പിടിച്ചിട്ട്. അപ്പോൾ ഒന്നാമത് ഡിസംബർ 25 തലേന്നത് 24 ബർത്ത്ഡേ വരുന്നത് ചേട്ടൻ്റെ. അപ്പം ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്, പിറ്റേ ദിവസം ക്രിസ്മസുമാണ്. സോ അതിൻ്റെ ഒരു എന്താ പറയുക, നല്ലൊരു ഡേറ്റാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്, ബർത്ത് ഡേറ്റ് ആയിട്ട്. പിന്നെ ആളെക്കാളും എക്സൈറ്റഡ് ആവുന്നത് ഞാനാണ് എപ്പോഴും. പുള്ളിയുടെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അത് ഇങ്ങനെ ആഘോഷിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. എൻ്റെ ബർത്ത്ഡേനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആണ് ഞാൻ ഏട്ടൻ്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത്. സോ അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല അടിപൊളി ഒരു ആംബിയൻസിൽ കേക്ക് മുറിക്കാൻ പറ്റി എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. മറ്റുള്ളവർ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത്രയും ലൈറ്റ്സും അത്രയും ആളുകളും അതിൻ്റെ നടുക്ക് ഇരുന്നിട്ട് കേക്ക് മുറിച്ച് കട്ട് ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയല്ലേ. എൻ്റെ ബർത്ത്ഡേ എക്സാംസിൻ്റെ ഇടയിലൂടെയാണ് വരുന്നത്, അതായത് മാർച്ചിലാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ വരുന്നത്, മാർച്ച് 12 സോ അന്നേരം എല്ലാവരും ഭയങ്കര ടെൻഷനിലിരിക്കുന്ന സമയമാണ്. കാരണം പരീക്ഷയല്ലേ. ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ എക്സാമിന് ഞാൻ പോയിട്ടുണ്ട് മാർച്ച് 12 അത്രയും ടെൻഷനായിട്ട് പോയിട്ട് കേക്കൊക്കെ മുറിക്കാൻ വരുന്നത് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് കേട്ടോ. പക്ഷെ ചേട്ടന് ഭയങ്കര കൂളാണ്. കാരണം ഡിസംബർ 24 എല്ലാവർക്കും വെക്കേഷനാണ്. ക്രിസ്മസിൻ്റെ തൊട്ട് തലേന്ന് എല്ലാവരും ആഘോഷങ്ങളിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം. ഒരു ലക്കി ചാമാണല്ലേ ആള്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇങ്ങനെ സപ്പോർട്ട് മുന്നോട്ട് തുടർന്ന് പോകണമെന്ന് പിന്നെയും പറയുന്നു. സോ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോവാണ്. നിങ്ങളും അപ്പം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.